നല്ല പടം പഴയ പടമല്ലേ ഇത്? അത് ആക്ച്വലി അത് വേണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലോയിനെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ആയി. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു സംഭവമാണല്ലോ. മൊബൈലിൽ കാണുന്ന വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മൊബൈൽ തന്നെ ഒരു 10-20 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ആണോ? അയ്യോ, അതെനിക്ക് ശ്രദ്ധിച്ചില്ല. പക്ഷെ നല്ല രസം, ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി ഇവിടെ വന്ന് കാണാത്തവർ മിസ് ചെയ്തു. കൊള്ളാട്ടെ. നല്ല പടം ഇത് നല്ല പടം പഴയ പടമല്ലേ ഇത്? നല്ലതാണ്, അതേ കൂടുതലൊന്നും പറയാനല്ല. ഞാൻ ആദ്യമായിട്ട് അതേദൂരം കാണുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു തിയേറ്ററിൽ ആദ്യമായിട്ട് കാണുമ്പോൾ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പാട്ടൊക്കെ കാണാൻ ബിഗ് സ്ക്രീനിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ അതിൽ കുറേ സീനൊക്കെ ഇടയ്ക്ക് കോമഡി സീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി അത് വേണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫ്ലോയിനെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ ആയി. പക്ഷേ ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ബിഗ് സ്ക്രീനിൽ അതിൻ്റെ വർക്കൊക്കെ കാണാൻ പിക്ചർ ക്വാളിറ്റി അടിപൊളിയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു. ലൈക്ക് നമുക്ക് നേരത്തെ ശ്രദ്ധിക്കാത്ത പലതും ഭയങ്കര ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പക്ഷേ നമ്മൾ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കാണുമ്പോൾ ഒരു ഗൂസ്ബം പറ്റുമല്ലേ, അതായിരുന്നു ശരിക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പിന്നീട് വീണ്ടും അതിങ്ങനെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നത് വല്ലപ്പോഴും മാത്രം കിട്ടുന്നതാണ്. അടിപൊളിയായിരുന്നു. ഇവിടെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു സംഭവമാണല്ലോ. അപ്പോൾ മൊബൈലിൽ കാണുന്ന വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ മൊബൈൽ തന്നെ ഒരു 10-20 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. എന്നാലും തിയേറ്ററിൽ കാണുമ്പോൾ അതൊരു ഫീലാണ്. കാണുമ്പോഴത്തേക്ക് എന്തൊക്കെ മിസ് ചെയ്തു എന്നുള്ളൊരു സാധനമുണ്ട്. പക്ഷെ നമുക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല സിനിമയിൽ. അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. ശേഷം കണ്ടപ്പോഴത്തേക്കും BGM ഒക്കെ ക്ലാസ് വന്ന് വിചാരിച്ചില്ല തിയേറ്ററിൽ ഇങ്ങനെ വന്ന് കാണാൻ പറ്റും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി ഇവിടെ വന്ന് കാണാത്തവർ മിസ് ചെയ്തു. കൊള്ളായിരുന്നു ചേട്ടാ, നല്ലതായിരുന്നു. ഇല്ല ചേട്ടാ, ഞാൻ ടിവിയിലും ഫോണിലും കണ്ടിട്ടുള്ളതാണ്. കൊള്ളായിരുന്നു, നൈസായിരുന്നു. സോങ്ക പൊളിയായിരുന്നു. തുടക്കം ഭയങ്കര കാമിങ് ആണ്, നല്ലതായിരുന്നു. ഇല്ല, ഡ്യൂറേഷൻ കുറച്ചിട്ടില്ല. ആണോ? അയ്യോ, അതെനിക്ക് ശ്രദ്ധിച്ചില്ല. പക്ഷെ നല്ല രസം, ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. കണ്ടിട്ടുണ്ട്. ശരി, ആദ്യമേ പറയുകയാണെങ്കിൽ ഈ സിനിമ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയാണ്. 2000-ലാണ് ഞാൻ SSLC പാസ്സായത്. ആ ഒരു സമയത്തെ സിനിമയാണ്. അന്ന് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിലൊന്നും അന്ന് കണ്ടില്ല. കാരണം നമുക്ക് അന്നത്തെ പരിമിതികളൊക്കെ ധാരാളം ഉണ്ടല്ലോ. നമ്മൾ ഒന്നാമത് ക്ലാസ് കട്ടിയതൊക്കെയാണ് അന്ന് സിനിമകൾ കാണാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ എടുത്തു പറയേണ്ടത് ഒരു മികച്ചൊരു സിനിമ അനുഭവമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു തിയേറ്റർ വേണം. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ ഓടുന്ന സിനിമയുടെ കണ്ടൻറ്റ് നല്ലതായിരിക്കണം. 24 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയില്ല. കാരണം ആ ഒരു വിഷ്വൽസിലെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട്. കാരണം ഓവർ ഹെഡ് സ്പീക്കേഴ്സൊക്കെ ഇത് ഓവർ ടൈം പണിയെടുക്കുകയായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ റീമാസ്റ്റേർഡ് സിനിമകളിൽ ഇപ്പോൾ ചിലതൊക്കെ മോഹൻലാലിൻ്റെ സിനിമ വടിയാൻ പോലത്തെ ആണെങ്കിൽ നമുക്ക് ആ ഒരു മാസ് റോൾ. പക്ഷേ ഇത് മോഹൻലാലിൻ്റെ ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിച്ചത്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ പറയുന്ന ഒരു മൂഡ്. കാരണം നമ്മൾ ഈ അടുത്തിറങ്ങിയ വേറെ സിനിമകളിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റുന്ന ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെയല്ലായിരുന്നു. ഇത് ഒരു ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പം ആ ഓഡിയൻസിൻ്റെ റിയാക്ഷനും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു തിയേറ്ററിനകത്ത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക്കലി എന്ന് പറയുക, ആ ഒരു റൊമാൻറ്റിക് ഹൊറർ എന്നുള്ളൊരു ജോണറിൽ വരുന്ന ഒരു സിനിമ കൂടെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇമോഷണലി നമുക്കൊരു കണക്റ്റ് ആകും. കാരണം നമ്മൾ വ്യക്തി ജീവിതത്തിൽ നമ്മളെപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രേമം കാര്യം ഇതൊന്നുമില്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ കണക്റ്റ് തീർച്ചയായിട്ടും ഒരു സിനിമയിലേക്ക് വരും. പിന്നെ എടുത്ത് പറയേണ്ടത് ആ ഒരു BGM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മൾ ഒരു കൊളുത്തി പിടിക്കുന്ന ഒരു BGM ആണ്. അപ്പോൾ അത് വീണ്ടും എടുത്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മനസ്സിനെ വല്ലാത്തൊരു ഇമോഷണലി കണക്ട് ചെയ്ത് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇത്രയും പഴയൊരു സിനിമയാണെങ്കിൽ കൂടെ അതാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്.